തെരച്ചിലിനിടയിൽ എന്റെ മരണം സംഭവിച്ചാൽ പോലും ആർക്കും ഉത്തരവാദിത്വമില്ല, അത് എന്റെ ഉത്തരവാദിത്വം മാത്രമാണെന്ന് ആത്മാർത്ഥയോടെ പറയാനുണ്ടാവുന്ന ആളുകളുള്ള കേരളത്തില് നിങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ. ഈ സ്വാതന്ത്ര്യം ആരാ നഷ്ടപ്പെടുന്നത്? നമ്മൾ അവിടുത്തെ ഭരണ സംവിധാനമാണ്. നമ്മൾ ഏത് മുദ്രപത്രം എഴുതാൻ റെഡിയാണ്. ഇനിയിപ്പോ ഈ തെരച്ചിലിടയ്ക്കുണ്ടായ എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തുണ്ടായാലും സ്വന്തം റിസ്കിൽ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, നമ്മൾ ആ ഒരു ദൗത്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള ആ ഒരു അവസ്ഥ എന്നാണ് നമ്മൾ പെട്ടെന്ന് പിന്മാറുന്നത്. അവർ മാർക്ക് ചെയ്ത് തരുന്ന സ്ഥലത്ത്, അവർ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള സംഗതികൾ കിട്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂല. ഞാനിപ്പോ ഈ സംസാരിക്കുന്നുണ്ട്, അർജുൻ എന്റെ ആരുമല്ല, നിങ്ങൾ ആരുമല്ല അർജുൻ, ആണോ? നമുക്ക് അർജുനെ കിട്ടുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അവരെ പെട്ടെന്ന് റോഡ് റെഡിയാക്കി ടോള് പിരിച്ചു, ക്യാമറ വെച്ചു, അതേപോലെ തന്നെ സിഗ്നൽ സ്ഥാപിച്ചു, ഗതാഗതം. ഇനി ആ ഇടപാടിലൊന്നും ചെയ്യാൻ കഴിയില്ല പൂർണ്ണമായിട്ടും മണ്ണിട്ട് മൂടി മുന്നോട്ട് വരിക. ഒരു ജീവന് വേണ്ടി, നമ്മളുടെ സഹോദരന് വേണ്ടി, നമ്മളുടെ അർജുന് വേണ്ടി യോജിക്കുക എന്നുള്ളതാണ്. കയറുകൾ കിട്ടുന്നു, മറ്റേ ജാക്കി കിട്ടുന്നു, എന്നിട്ടും അതിന്റെ പിന്നാലെ പോവാൻ മടിക്കുന്നത് എന്തിനാണ്? എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ശരിക്കും വീണ്ടും കൂടുതൽ ഡെഡ് ബോഡീസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 20 ലക്ഷം രൂപ വെച്ച് ഓരോ കുടുംബത്തിനും കൊടുക്കേണ്ട ഒരു ബാധ്യത ശരിക്കും സർക്കാർ ഉണ്ടാവും. അതോ എന്റെ ഒരു സംശയം മാത്രമാണ്. കാര്യം അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തിനാണ് സർക്കാർ പേടിക്കുന്നത്? ലോറി ഡ്രൈവർ മനാഫ് അടക്കം പറയുന്നത് അവിടെ നമ്മുടെ ലോറി മാത്രമല്ല, പല സാധനങ്ങളും അവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഈ സാധനങ്ങൾ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിന് ഉത്തരം പറയേണ്ടി വരും ആര്? സർക്കാർ. ഇവിടെ അതിന് ഇറങ്ങാൻ പറ്റിയ സന്നദ്ധരായിട്ടുള്ള ആളുകൾ, നല്ല കട്ടക്ക് നിൽക്കുന്ന ആളുകളുണ്ട്. കട്ടക്ക് നിൽക്കുന്ന ആളുകൾ ഇപ്പൊ അന്നത്തെ ദിവസം തന്നെ നമുക്കറിയാം ഒരു 10-15ഓളം മുങ്ങൽ വിദഗ്ധർ മാത്രം, സ്കൂബ ഡൈവേഴ്സ് മാത്രം വന്ന് അവിടെ നിന്ന് പുറത്ത് കെട്ടിക്കിടക്കാണ്. ഇവർ ആ വെള്ളത്തിലേക്ക് ഒന്ന് ചവിട്ടാനുള്ള അനുമതി പോലും കൊടുത്തിട്ടില്ല. എനിക്ക് പോലും അന്യ സംസ്ഥാനത്ത് പോയി എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ തിരിച്ചു കിട്ടുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമസ്കാരം. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 41 ദിവസമാണ്. പല ആളുകൾക്കും അർജുനെ തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുകയാണ് ഇപ്പം. പ്രത്യേകിച്ച് തെരച്ചിലൊക്കെ നിർത്തിവെച്ചേക്കുവാണ്. സാധാരണ ഒരു മനുഷ്യന്റെ വിലയ്ക്ക്, ഒരു മനുഷ്യന് വിലയില്ലാത്ത രീതിയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ കുറച്ച് നമ്മൾ കണ്ടതാണ്. ശരിക്കും രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള ടീമുകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. രഞ്ജിത്ത്, അർജുൻ ഇനി തിരിച്ചു കിട്ടുമോ എന്ന് എന്റെ ചോദ്യം. ഞാനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ കോഴിക്കോട് എത്തിയതാണെന്ന്. അർജുനെ തീരുമാനം സംഭവിച്ചുള്ള അർജുനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഇപ്പം എന്നോട് പ്രവർത്തിച്ച അന്ന് തോളോട് പ്രവർത്തിച്ച മലയാളി രക്ഷാപ്രവർത്തകരും അതുപോലെ ഏറ്റവും അവസാനം വരുവാണ് ഇപ്പം ഡ്രൈവർമാരും കൂടെയുണ്ട്, മലയാളി ഡ്രൈവർമാരും മാർപ്പ സംഘത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. ഇപ്പോഴും അർജുനു വേണ്ടിയുള്ള ഒരു തെരച്ചിൽ വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഈ കടയിൽ പോകുന്ന ആൾക്കാരെല്ലാം സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് അല്ല, സാധാരണ എന്നുള്ള ഒരു വേദനത്തിൽ നിന്ന് കഴിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്, നമുക്ക് ആരെങ്കിലും പൈസയുടെ പുറത്തോ മാധ്യമ ശ്രദ്ധ ഒന്നും വേണ്ടിയല്ല. നമുക്ക് മാധ്യമങ്ങളിൽ ആരും പൈസയോ, ഒരു ഗവൺമെന്റിന്റെ പൈസയോ അല്ലെങ്കിൽ ഒരു അസോസിയേഷന്റെ പൈസയോ ഫുഡ് ഓടൊന്നും കാര്യമില്ല. നമുക്ക് ഒന്നും ആവശ്യപ്പെടുന്നില്ല. നമുക്ക് ആവശ്യം പെർമിഷൻ മാത്രമാണ്. നമുക്ക് ഇന്റർഫിയർ ചെയ്യാത്ത പെർമിഷൻ മാത്രം. ഈ സഹോദരങ്ങളെ ഇന്റർഫിയർ ചെയ്യാത്ത പെർമിഷൻ മാത്രം. അതിലൊരു സംഭവമുണ്ട്. അതായത് ഇത്ര കാലം ശരിക്കും അർജുന് വേണ്ടി തെരഞ്ഞത് ശരിക്കും നല്ല രീതിയിൽ തെരച്ചിലാണോ എന്ന് എന്റെ ചോദ്യം. ഇല്ല, ഞാനത് തുടർന്ന് എന്റെ സഹപ്രവർത്തകർ കൊടുക്കുകയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ തന്നെ എനിക്ക് ഭയമുണ്ട്. എന്തുകൊണ്ട് ഭയക്കുന്നു? ഞാൻ ഒരുപാട് അറിയാലോ, ഞാൻ സത്യം വിളിച്ച് പറയുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നം അറിയാലോ ഇതിലുള്ള. അപ്പൊ അതിൽ നിന്നിട്ട് എന്റെ സഹപ്രവർത്തകർ, അന്ന് കൂടെ ഉള്ള സഹപ്രവർത്തകരും അവസാനമായി തുറന്ന ഡൈവേഴ്സ് എല്ലാം മലയാളികൾ തന്നെ. അവർ പറയും ഇപ്പൊ എന്റെ ഒരു ആവശ്യം വേറെ ഒന്നുമല്ല. നമ്മൾ എനിക്ക് പൈസയോ കാര്യങ്ങളോ മാധ്യമസ്വത്തയോ അല്ല നാളെ ഇത് അന്വേഷിച്ച് അതിനു വേണ്ടി ജോലിയോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞ ആർക്കും എന്തും വേണ്ടി ഒരു സ്വമേധ പൈസ മുടക്കി സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി വന്ന് തുടങ്ങി വെച്ച ഒരാളാണ്. അപ്പൊ ഞാൻ ഒരുപാട് ദൗത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ആകെ എത്തുന്ന ദൗത്യം ഇത് മാത്രമാണ്. ഒന്നും ആകാതെ ദൗത്യം, അതായത് രഞ്ജിത്തിന്റെ ഒക്കെ ഒരു പരിശ്രമത്തിൽ ഒന്നും ആകാതെ നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ രഞ്ജിത്തിന് ശരിക്കും ഒരു വിഷമമുണ്ടോ? ശരിക്കും അത് വിഷമമുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. അതിലൊന്നും ആകാതെ നിൽക്കുന്നത് അർജുന്റെ കാര്യം മാത്രമാണ്. പറ്റിയിട്ട് അറിയാലോ എന്തുകൊണ്ടാണ് ഒന്നും ആകാതെ നിന്നതെന്ന് എന്റെ ചോദ്യം. 1.25 ദിവസം അവിടെ കറക്റ്റ് 1.25 ദിവസം അതിന്റെ എവിഡൻസ് എല്ലാം എന്റെ തന്നെ ഉണ്ട്. എന്നോട്ടാണ് അവർ അനുമതി വന്നത്, എന്നോട്ടാണ് പിൻവാങ്ങിയത്, എല്ലാം അന്നത്തെ എവിഡൻസ് വന്നത്, പത്രമാധ്യമങ്ങളെല്ലാം ലിസ്റ്റിന്റെ തന്നെ ഉണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചാല്, കർണാടക സർക്കാർ സഹകരിക്കാത്ത ഒരു പ്രശ്നമുണ്ടോ? ഇല്ല, ഞാനിതിപ്പം പറഞ്ഞു, ഞാനത് എന്റെ മൈക്ക് സഹപ്രവർത്തകർക്ക്, അതുകൊണ്ട് എല്ലാവർക്കും പറയണം, സഹപ്രവർത്തകർക്ക് അവർ തന്നെ എന്റെ വാക്കുകൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ അഭിപ്രായപ്പെടാൻ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി തന്നെ നമ്മളവിടെ പോയി തെരച്ചില്ല. അതായത് നമ്മുടെ ജീവിതം ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കണ്ട. നമ്മൾ ഏത് മുദ്രപത്രം എഴുതാൻ റെഡിയാണ്. ഇനിയിപ്പോ ഈ തെരച്ചിലിടയ്ക്കുണ്ടായ എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തുണ്ടായാലും സ്വന്തം റിസ്കിൽ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. നമ്മൾ എക്സ്പെർട്ടൈസ് ആണ് ചെയ്തതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ റെക്കോർഡ്സ് നമ്മുടെ തന്നെ ഉണ്ട്.
ചെയ്ത് ഈ മിക്ക ചെയ്തല്ല ഈ എല്ലാം ചെയ്തവർക്ക് ഈ ഇത്രനാൾ ചെയ്ത 100% വിജയം തന്നെയായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു വിഷമം ഇപ്പോൾ ഉണ്ട്. പിന്നെ അർജുൻ കുടുംബത്തുള്ള കാരണം അവർക്കൊരു അർജുന സഹോദരൻ ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 5-ാം ദിവസം റൈറ്റ് തന്ന 6-ാം ദിവസം തുടങ്ങിയ വ്യക്തിയാണല്ലോ. ഞാനും കൃഷ്ണദാസുമായിട്ട് കളക്ട് അനുഭവിച്ചോട് തുടങ്ങുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്കൊരു വിഷമമുണ്ട്. കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ നമുക്കൊരു 1.25 ദിവസം കഷ്ടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 41 ദിവസം അർജുൻ തിരോധാന ആയിട്ടിരുന്ന അന്ന് 41 ഡേയ്സ് തികയാണ്. അപ്പോഴത്തേക്ക് 1.25 ദിവസം നമുക്ക് ഉണ്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇനി തരണമെന്ന് താല്പര്യമുണ്ട്. നമ്മൾ ആരുടെ പൈസ നമ്മുടെ ടിക്കറ്റ് ബില്ല് ഒന്നും വേണം. നിങ്ങൾ പറയുന്നത് സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് തരാനുള്ള അവകാശം വേണം. ഏത് മുദ്രപത്രത്തിൽ വേണം, എത്ര മുദ്ര എന്തെങ്കിലും അതിനിടയ്ക്ക് തെരച്ചിലിടയ്ക്ക് ഡേഞ്ചർ കാര്യങ്ങൾ എന്തെങ്കിലും റിസ്ക് എടുക്കുക, ഡേഞ്ചർ എടുക്കുക ഒരാളെ റീടേക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ആ ഒരു മുദ്രപത്രത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാവരുടെയും ഞങ്ങളുടെ പേര് ഞങ്ങൾ തന്നെയാണ് അതിനെല്ലാം ഇത് എന്തെങ്കിലും ഉത്തരവാദി എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി നമുക്ക് എന്തെങ്കിലും ശരീരം നമുക്ക് അതിനിടയ്ക്ക് ഈ രക്ഷാപ്രവർത്തനൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്നുള്ളതിലും ഉൾപ്പെട്ട് തരാം. പിന്നെ അല്ലെങ്കിൽ വേറെ നമ്മുടെ ഒരു ലൈഫിനെ കുറിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്വയം സന്നദ്ധരാണ്. നമുക്ക് അങ്ങനെ ഒരു മൈൻഡായിട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെ മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ അത് തിരിച്ചെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്നവരാണ്. ആ പ്രതീക്ഷ മൈൻഡ് എങ്കിൽ മാത്രമേ ഫുൾ മനസ്സർപ്പിച്ചുകൊണ്ട് ആ ഒരു ദൗത്യം ചെയ്യാതെ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു വഴിത്തിരിവ് ഉണ്ടായി തിരിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഞാൻ കരയിൽ മാത്രമല്ല വെള്ളത്തിൽ ഓപ്പറേറ്റ് ചെയ്താണ്. മുതലപ്പൊഴി പോലത്തെ ആരും ഇറങ്ങാത്ത സ്ഥലത്ത് എല്ലാവരും മാറിയ സ്ഥലത്ത് തിരുവനന്തപുരത്ത് നമുക്ക് നോക്കി അറിയാം. ആ ഒരു വീഡിയോ ഒക്കെ 2 മില്യൺ വ്യൂ മേളമായി 2022 ചെയ്ത മുതലപ്പൊഴി എന്ന ആ ഒരു ഡൈവിംഗ് ഗിയർ പോലും ഇടാൻ രഞ്ജിത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പ്രേക്ഷകർക്ക് അത്യാവശ്യം അറിയാം. അപ്പോ അദ്ദേഹം പറയുന്നത് എന്റെ ജീവൻ പോയാൽ പോലും എനിക്ക് പ്രശ്നമില്ല. അപ്പോ എന്റെ പിന്നെ എന്താണ് തടസ്സം എന്നാണ് എന്റെ ചോദ്യം. അതിപ്പോ ഞാൻ അവസാനം പറഞ്ഞതാണ് മുതലപ്പൊഴി പോലത്തെ സ്ഥലങ്ങളിൽ പോലും വെള്ളപ്പൊഴി പോലെ സ്ഥലങ്ങളിൽ ഇറങ്ങി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. വെള്ളത്തിൽ പല സ്ഥലങ്ങൾ ഇടുക്കി വെട്ടിമുടി പോലെ എല്ലാം ഞാൻ ചെയ്യുന്ന ഒട്ടനവധി വീഡിയോസ് എന്റെ ഫോണിലും ഈ സോഷ്യൽ മീഡിയസ് തന്നെ കിടപ്പുണ്ട്. ഇപ്പോഴും എന്റെ ഫേസ്ബുക്കിൽ അല്ലാത്ത സോഷ്യൽ മീഡിയസ് എല്ലാത്തിലും അല്ലാതെ വലിയ ചാനലിൽ പോലും കിടപ്പുണ്ട് ചെയ്തതിന്റെ ദൗത്യം. ഇനി എന്താ പറയാനുള്ളത് ഞാൻ സഹപ്രവർത്തകർ കൈമാറുക ഒരേപോലെ ഞാൻ ഇമ്പോർട്ടൻസ് പോലെ ഒരേ ഇമ്പോർട്ടൻസ് പോലാണ് ഇവരല്ല. കാരണം തോളോട് തോള് ചേർന്ന് ഏറ്റവും സപ്പോർട്ട് തരുന്നത് സത്യം അവിടെ എന്നെ പോലെയാണ് സത്യം തിരിച്ചറിഞ്ഞ വ്യക്തികളാണ്. അവർക്ക് ഞാൻ ഒരു വാക്ക് പ്രത്യേകം പ്രേക്ഷകരോട് എടുത്തു പറയാതിരിക്കുക. വീണ്ടും ആ വാക്ക് എടുത്തു പറയാണ്. തെരച്ചിലിനിടയിൽ എന്റെ മരണം സംഭവിച്ചാൽ പോലും ആർക്കും ഉത്തരവാദിത്വമില്ല, അത് എന്റെ ഉത്തരവാദിത്വം മാത്രമാണെന്ന് ആത്മാർത്ഥയോടെ പറയാനുണ്ടാവുന്ന ആളുകളുള്ള കേരളത്തില് ശരിക്കും എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് അവിടെ ശരിക്കും? അല്ലെങ്കിൽ എന്താണ് കർണാടക സർക്കാരിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നത്? നിങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ. ഈ സ്വാതന്ത്ര്യം ആരാ നഷ്ടപ്പെടുന്നത്? നമ്മൾ അവിടുത്തെ ഭരണ സംവിധാനമാണ് യഥാർത്ഥത്തിൽ. കാരണം അത് കുറ്റമായിട്ട് പറയുകയല്ല, അതിന്റെ പിന്നിൽ എന്താണ് അവരുടെ പ്രചോദനമെന്നോ അതോ നിയമപരമായിട്ടുള്ള എന്തോ വിഷയങ്ങളാണോ എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അത് അജ്ഞാതമാണ് ഇപ്പോഴും. എന്തുകൊണ്ടാണ് അത് ആ രീതിയിലേക്ക് ഡൈവേർട്ടായി പോകുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ റിസ്ക് ആയിട്ട് വേണം അവിടെ ഒരു രക്ഷാപ്രവർത്തനം ആയാലും റിക്കവറി ആയാലും നമ്മൾ ചെയ്യേണ്ടത്. ഒരിടത്തുള്ള ആ അനുഭവം ആയിരിക്കില്ല മറ്റിടത്ത്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഗവൺമെന്റ് സംവിധാനങ്ങളായാലും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും മാക്സിമം ഉപയോഗിക്കാവുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ. പക്ഷെ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങളെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പോയിരുന്നത്. അതായത് ജീവനും ജീവിതവും ഞങ്ങൾ അവിടേക്ക് ഡെഡിക്കേറ്റഡ് ആണ്. ഞങ്ങൾ തയ്യാറാണ്, ഇപ്പോഴും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഇപ്പോൾ അവസാന നിമിഷത്തിൽ വരെ നമ്മുടെ ഈശ്വർ മാൽപേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡൈവേഴ്സാണ്. അവർക്ക് പോലും പൂർണ്ണമാക്കാൻ അവരുടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്കത് അന്വേഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഞാൻ പറയുന്നു, ഇപ്പോ കയറുകൾ കിട്ടുന്നു, മറ്റുള്ള സംഭവങ്ങൾ കിട്ടുന്നു, പാതി വഴിയിൽ എങ്ങനെയാണ് അവസാനിപ്പിക്കാനുള്ളത് സർക്കാരിന്റെ? അത് എനിക്ക് വ്യക്തമാണ് നിങ്ങൾ ഈ പറയുന്ന സംഭവം. കയറുകൾ കിട്ടുന്നു, മറ്റേ ജാക്കി കിട്ടുന്നു, എന്നിട്ടും അതിന്റെ പിന്നാലെ പോവാൻ മടിക്കുന്നത് എന്തിനാണ്? എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ശരിക്കും വീണ്ടും കൂടുതൽ ഡെഡ് ബോഡീസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 20 ലക്ഷം രൂപ വെച്ച് ഓരോ കുടുംബത്തിനും കൊടുക്കേണ്ട ഒരു ബാധ്യത ശരിക്കും സർക്കാരുണ്ടാവും. അതോ എന്റെ ഒരു സംശയം മാത്രമാണ്. കാര്യം അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തിനാണ് സർക്കാർ പേടിക്കുന്നത്? എന്തിനാണ് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എടുത്ത് രക്ഷാപ്രവർത്തനത്തിനെ പേടിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. നമുക്കിപ്പോ അവിടെ കണ്ട അവസരം വെച്ചാൽ 20 ലക്ഷം രൂപ ആയിരിക്കില്ല ചിലപ്പം ഗവൺമെന്റ് എന്താണ് ഹൈഡ് ചെയ്യുന്നത് ഇപ്പോഴും. അല്ല ഞാൻ പറയുന്നത് അല്ല സാർ, ഞാൻ പറയുന്നത് 20 ലക്ഷം രൂപ ശരിക്കും ഓരോ ഡെഡ് ബോഡി കിട്ടുമ്പോഴും സർക്കാരിന് ബാധ്യതയാവാണ്. ഇപ്പൊ തെരച്ചിൽ എന്ന് പറയുന്നത് ഒരു പ്രഷറിന്റെ ഭാഗത്തുള്ള തെരച്ചിലാണ്. കാര്യം ഓരോ ഡെഡ് ബോഡി കിട്ടുമ്പോഴും ഞാൻ പ്രേക്ഷകരെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഓരോ ഡെഡ് ബോഡി കിട്ടുമ്പോഴും 20 ലക്ഷം രൂപ കർണാടക സർക്കാരിന് ലോസ് ആയി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാര്യം ഓരോ കുടുംബത്തിന് 20 ലക്ഷം രൂപ കൊടുക്കണം.
അത് ഇപ്പൊ ഒരു മരണപ്പെട്ട ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് 20 ലക്ഷം രൂപ. അപ്പൊ അതേപോലെ 20 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു സാഹചര്യം തടസ്സപ്പെടുത്താൻ ഇപ്പൊ ഞാൻ 10 കോടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ്. ഇപ്പോ ലോറി ഡ്രൈവർ മനാഫ് അടക്കം പറയുന്നത് അവിടെ നമ്മുടെ ലോറി മാത്രമല്ല പല സാധനങ്ങളും അവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഈ സാധനങ്ങൾ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിന് ഉത്തരം പറയേണ്ടി വരും. ആര്? സർക്കാർ. കർണാടക സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത്തരം ഒരു സാഹചര്യം നിങ്ങളൊക്കെ ഈ സംഭവം കണ്ടതാണ്. ശരിക്കും മനാഫിന്റെ ലോറി മാത്രമല്ല, ആ ടാങ്കർ ലോറി മാത്രമല്ല, ബാക്കി എന്തൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള സംശയം നിൽക്കുന്നുണ്ടോ? അജ്ഞാതമായിരിക്കുന്ന എന്തൊക്കെയെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. അതായത് ഞങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനാണ് പോകുന്നത്. അപ്പം നമ്മൾ മനാഫിന്റെ ലോറി അർജുൻ ഈ കൺസെപ്റ്റിലാണ് നമ്മൾ അവിടെ എത്തിച്ചെല്ലുമ്പോൾ ഓരോ ദിവസങ്ങളിലും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അത് വീണ്ടും വീണ്ടും സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന മറ്റു ലോറി അവശിഷ്ടങ്ങൾ കാണുന്നു, വീണ്ടും അതിന് മറ്റേ പ്രതീക്ഷിക്കാത്ത അത്ര അപകടങ്ങളായിട്ട് അത് കാണുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും ഞങ്ങൾ സങ്കീർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു അറ്റത്തിലേക്ക് പോവാൻ പാതി വഴിയിൽ വെച്ച് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അതായത് മുകളിൽ നിന്നൊരു പ്രഷർ. സങ്കടമുണ്ടോ നിങ്ങൾക്ക് ഇതില്? ഞാൻ പറയട്ടെ, നിങ്ങളുടെ എന്താണ് പറയാ, നിങ്ങളുടെ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നിന്നാണ്. അപ്പൊ ഇത്തരം ഒരു സംഭവം വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓർഡറോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ രീതിയിൽ സങ്കടമില്ലേ? നിങ്ങൾ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, നമ്മൾ ആ ഒരു ദൗത്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള ആ ഒരു അവസ്ഥ എന്നാണ് നമ്മൾ പെട്ടെന്ന് പിന്മാറുന്നത്. അപ്പൊ അറിയാലോ ഞങ്ങളുടെ മാനസികാവസ്ഥ. ഞങ്ങള് തയ്യാറായിട്ടാണ് പോകുന്നത്, എന്തിനും തയ്യാറാണ് ഞങ്ങൾ. എന്തിനാണ് പേടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്കല്ല, ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ ഇതിനെന്തിനാണ് മറ്റുള്ളവർ ബാക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതിനൊരു കൃത്യമായ ഉത്തരം നിങ്ങളിപ്പോ പറഞ്ഞൊരു സാധനമുണ്ട്, മാത്രമേ പറയാൻ പറ്റൂ. തീർച്ചയായും. താങ്കളുടെ പേര്? ഷാജഹാൻ മോങ്ങം. ഷാജഹാൻ കാ, നിങ്ങൾ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് രഞ്ജിത്ത് അടക്കം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഒരു 5 ദിവസം അല്ലെ, ഞങ്ങളെ സ്വതന്ത്രമായി വിട്, ഞങ്ങൾക്ക് ഒരു 5 ദിവസം ഞങ്ങൾ അർജുനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അർജുനെ കിട്ടുന്ന രീതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ. ഇത്തരം രീതിയിലേക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം പ്രേക്ഷകർ. ഇത്തരം രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ കെഞ്ചാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് വളരെ മോശകരമായ സംഭവമാണ്. കാര്യം ഇപ്പോ കേരള സർക്കാരാവട്ടെ കർണാടക സർക്കാരാവട്ടെ, ഇതിനപ്പുറത്തേക്ക് നമ്മൾ ശരിക്കും സർക്കാരുകളും ജനങ്ങളും ഒരുമിച്ച് വരുന്ന സമയത്താണ് ഈ രക്ഷാപ്രവർത്തനം. ഇപ്പൊ നമുക്കറിയാം വയനാട് എന്താണ്, സർക്കാരിന്റെ ഭാഗങ്ങളായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് ഇത്തരം രീതിയിലേക്ക് ആളുകളെ തിരിച്ചെടുത്തത്. ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് 5 ദിവസം തന്നു കഴിഞ്ഞാൽ സ്വതന്ത്രമായി തരണം എന്നാണ് നിങ്ങൾ പറയുന്നത്. തീർച്ചയായും. എന്താണ് അതിന് നിങ്ങൾ എന്തുകൊണ്ടാണ് അത്തരം രീതിയിലേക്ക് ആവശ്യപ്പെടുന്നത്? ഈ ഇടപെടുന്ന ഈ അവസ്ഥ ഒഴിവാക്കിയിട്ടാണോ? അതായത് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം തരുമ്പോഴാണ് ഞങ്ങൾക്ക് എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും തിരയണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വള്ളത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിലും ഒക്കെ അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. ഇപ്പൊ ഇതുവരെ നമ്മൾ ആ തുടക്കത്തിൽ ചെയ്ത അന്ന് തന്നെ പിന്നെ ഞങ്ങൾ ഏത് ഭാഗത്തേക്ക് നീങ്ങണം അല്ലെങ്കിൽ എവിടെ തരണം എന്നുള്ളത് ഇവർ ഈ ഉദ്യോഗസ്ഥ ലോബിയാ തീരുമാനിക്കണേ. അവർ മാർക്ക് ചെയ്ത് തരുന്ന സ്ഥലത്ത്, അവർ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള സംഗതികൾ കിട്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല. അതായത് അന്നിപ്പോ 24 മണിക്കൂർ ചോദിച്ചിട്ട് അതുപോലും തരാതെ ഗവൺമെന്റ് ഡ്യൂട്ടി മാത്രം എന്നുള്ള ലെവലിൽ 8 മണിക്ക് വന്ന് 10 മണിക്ക് 5 മണിക്ക് നിർത്തുന്ന ഒരു സിസ്റ്റം അതല്ല നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം. എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒന്ന് വെല്ലുവിളിക്കണം. ഇപ്പൊ ഈ മലയാളികൾക്ക് ഇത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മാത്രം വിശ്വസിച്ചിട്ടല്ല. ഇവിടെ അതിന് ഇറങ്ങാൻ പറ്റിയ സന്നദ്ധരായിട്ടുള്ള ആളുകൾ, കട്ടക്ക് നിൽക്കുന്ന ആളുകൾ ഇപ്പൊ അന്നത്തെ ദിവസം തന്നെ നമുക്കറിയാം ഒരു 10-15ഓളം മുങ്ങൽ വിദഗ്ധർ മാത്രം, സ്കൂബ ഡൈവേഴ്സ് മാത്രം വന്ന് അവിടെ ഒന്ന് പുറത്ത് കെട്ടിക്കിടക്കാണ്. ഇവർ ആ വെള്ളത്തിലേക്ക് ഒന്ന് ചവിട്ടാനുള്ള അനുമതി പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് തെളിയിച്ചു തരാൻ പറ്റും? രണ്ടാമതൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കരയും പുഴയും എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ചേർന്ന ഭാഗമുണ്ട്. അവിടെ ഇപ്പൊ നമ്മൾ ബൂമർ ഇറ്റാച്ചി കൊണ്ടുവന്ന് മാന്തിയ സമയത്ത്, ഈ മലയാളികളെ പുറത്താക്കിയ സമയത്ത് ഇത് മാന്തിയ സമയത്ത് കയറ് കിട്ടിയല്ലോ. നിങ്ങളൊക്കെ അതിന്റെ ഇതൊക്കെ വീഡിയോ കണ്ട ആളുകളാണ്. അവിടെ അന്ന് ഈ ബൂമർ ഇറ്റാച്ചി കൊണ്ടുവന്ന് 9ാം ദിവസം എന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഈ കയറ് കിട്ടിയതിന് ശേഷം അന്ന് പറഞ്ഞ് ഇത് ബൈൻഡപ്പ് ചെയ്യണത് അങ്ങനെ സേന അല്ലെങ്കിൽ ഇവര് നേവിന്റെ ആളുകൾ ഇതിന്റെ ചളി മാറ്റിക്കൊണ്ടിരിക്കണേലും മുങ്ങൽ വിദഗ്ധര് നാളെ ഇത് പൊക്കും എന്ന് പറഞ്ഞിട്ട് അവരെ മൊത്തം മന്ത്രിമാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ഇവരൊക്കെ ട്വീറ്റ് വന്നിരുന്നു. ഒരുപാട് വീഡിയോസും റീൽസും ഇത് മാത്രമായിരുന്നു. ആയിക്കോട്ടെ, പ്രശ്നമില്ല, ആരെടുത്താലും വേണ്ടില്ല നമുക്ക് അർജുനെ കിട്ടണം. ഞങ്ങളെ മുന്നിലുള്ള ഉത്തരവ്. അതാണ് ശരിക്കും കേരള ജനതയ്ക്ക് പറയാനുള്ളത്. ആര് എന്ത് ഇടപെടുക, പാർട്ടിക്കും മറ്റുള്ള സംഘടനക്കൊക്കെ അതീതമായിട്ട് ശരിക്കും അർജുനെ കിട്ടുക എന്നുള്ളതാണ്. അതിനുശേഷം ആ ഒരു സ്ഥലത്തുള്ള മണ്ണ് മാറ്റിക്കണോ, അവിടെ എന്തെങ്കിലും വന്ന വീഡിയോസോ ഫോട്ടോസോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒരാൾക്കും അവിടെ നിന്നുള്ള ഒരു മീഡിയക്കും കിട്ടിയിട്ടില്ല. മീഡിയന് അവിടെ തുടക്കം മുതലേ ഇല്ല. ഒരൊറ്റ ദിവസം നിന്നിട്ടുള്ളൂ. അന്ന് ഞാൻ കൊടുത്ത വീഡിയോ ഉണ്ടാവില്ലേ, ചാനലിൽ കൊടുത്ത അഭിമുഖം. 3ാമത് സ്ഥലം മാർക്ക് ചെയ്തത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ കടന്റെ അവിടെ മണ്ണും മൺകൂനയും കാട്ടിയിട്ട് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കത് ഉറച്ചു നിൽക്കാൻ കാണാൻ. അതായത് അവിടെ തന്നെയാണ് 100% അല്ല, നമ്മളെ ആളുകളല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് മൊത്തം മണ്ണ് നീങ്ങിയിട്ട് ഈ കടയും അതിന്റെ താഴെ വീടുള്ള വിവരമൊക്കെ ഞങ്ങൾ ഇപ്പൊ ലാസ്റ്റ് അറിയണത്. ഇതിന്റെ ഒക്കെ എന്താ പറയുക, നമ്മള് പ്രാദേശിക തലത്തിൽ വരുമ്പോ അവിടെയുള്ള ലോക്കൽസിനെ
ലോക്കൽസിനായിട്ട് സംസാരിച്ചാണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ ഇത്തരം ഒരു മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് അതിന്റെ ഫൈനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെ എന്തെങ്കിലും ഒരു വിവരങ്ങൾ കിട്ടണം. ഈ ദിവസങ്ങളിൽ ഇവരോടെയായിരുന്നു ഈ ഒരു 144 പ്രഖ്യാപിച്ച് അവിടെയുള്ള ആളുകളെ കെട്ടിപ്പൊട്ടിട്ടു ഓൾറെഡി ഇല്ലേ. ഈ 144 പ്രഖ്യാപിച്ച് അവിടെ കെട്ടിപ്പൊട്ടിട്ടതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഈ മണ്ണ് നീക്കണമെങ്കിൽ അല്ലെങ്കിൽ ലോറി പോയണോ അല്ലെങ്കിൽ ഇത്ര ആളുകൾ ഉണ്ടായിന്, ഈ കടകൾ ഉണ്ടായിന്, അല്ലെങ്കിൽ വീടുകൾ ഉണ്ടായിന് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളെ വേണ്ടി. എത്രാമത്തെ ദിവസമാണ് അവിടെ ഒരാള് ഇതിനൊരു തെളിവ് വ്യക്തമായ രീതിയിലേക്ക് ലോക്ക് ചെയ്തു ശരിക്കും. അതായത് 144 അത്തരം രീതിയിലേക്ക് 144 പ്രഖ്യാപിച്ച ശരിക്കും ഗൂഢാലോചന രക്ഷയാണെന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണ് സാധാരണക്കാരന്റെ മൈൻഡിൽ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. നമുക്കിപ്പോ ആരും ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ രാശിപരമായിട്ട് ഒന്നുമില്ല. നമുക്ക് ഇതിന് നമ്മളെ മുന്നിൽ ഒരു ഒറ്റ സംഗതി ഉള്ളൂ, ഒരുപാട് അർജുനെ കിട്ടുക. അവിടെ അതേ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരുപാട് ജീവനുകൾ പോയിട്ടുണ്ട്, അവരെയും കിട്ടുക. അതായത് നമ്മള് ഒരു അന്യ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഇതേ രീതി ഉണ്ടല്ലോ നമുക്കും ഒരാള് തീർച്ചയായും അല്ലെ. അതായത് ഒരു ജീവനെ വിയോജിച്ച് നിൽക്കുന്ന ആളുകൾ ശരിക്കും അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് പോലും അന്യ സംസ്ഥാനത്ത് പോയി എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ തിരിച്ചു കിട്ടുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും അത് അത്തരം രീതിയിലേക്ക് പോവുകയാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ. ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു മൺകൂന, അതായത് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അതിന്റെ പകുതി ഭാഗം, അതേപോലെ തന്നെ കോരിച്ചൊരിയുന്ന മഴ, ഇതിന്റെ ഇടയിൽ കിടന്നിട്ടാണ് ഞങ്ങൾ ആരും ഒരു രൂപ പ്രതിഫലം പാകാതെ. ഇദ്ദേഹം പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അതിന് പരിപൂർണ്ണ വലിയൊരു കാര്യമാണ്. സമൂഹത്തിനോട് പറയേണ്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോ ഞാനിപ്പോ ഈ സംസാരിക്കുന്നുണ്ട്, അർജുൻ എന്റെ ആരുമല്ല, നിങ്ങൾ ആരുമല്ല അർജുൻ ആണോ. നമുക്ക് അർജുനെ കിട്ടുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ചാനലിന്റെ ആളാണ്, നമുക്ക് ഇതിന് വരുമാനമുണ്ട് എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് പേര് ഇതിൽ പ്രതികരിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ നമുക്കുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു സഹോദരൻ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിലേക്കാണല്ലോ നമ്മൾ ഇന്ന് ഇവിടെ ഞായറാഴ്ച വന്ന് നിൽക്കുന്നത്. അപ്പോ ഇത്തരം ഇതിലേക്കൊക്കെ സർക്കാരുകളുടെ ഇത്തരം ഇടപെടല്, ഈ സർക്കാരുകളുടെ ഇത്തരം മോശമായ സംസാരത്തിലൊക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് ഇപ്പൊ ഇന്നത്തേക്ക് 41 ദിവസമായി. അതെ, ഈ 41 ദിവസത്തെ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ എന്താണ് നിങ്ങൾക്കറിയാം, കാണുന്നുണ്ടാവും നമ്മള് വീഡിയോസിൽ. അതായത് ആ മണ്ണ് ഇടിഞ്ഞു വീണ ഭാഗത്ത് കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ടുവന്ന് വെച്ചു, ഇനി മണ്ണ് വരാതിരിക്കാൻ വേണ്ടി. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിവൈഡർ അവരെ പെട്ടെന്ന് റോഡ് റെഡിയാക്കി ടോൾ പിരിച്ചു, ക്യാമറ വെച്ചു, അതേപോലെ തന്നെ സിഗ്നൽ സ്ഥാപിച്ചു, ഗതാഗതം. ഇനി ആ ഇടപാടിലൊന്നും ചെയ്യാൻ കഴിയില്ല പൂർണ്ണമായിട്ടും മണ്ണിട്ട് മൂടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരും രാജ്യദ്രോഹത്തിന് പോയതല്ല, ആണോ. നമുക്ക് ആകെപ്പാട് കിട്ടിയിട്ടുള്ളത് 1.5 ദിവസത്തെ ടൈം. ഈ 1.5 ദിവസം നേവിന്റെ കൂടെ അറ്റൻഡ് ചെയ്യാൻ അവരുടെ സമ്മർദ്ദപ്രകാരമാണ് നമ്മൾ പറയുന്നത്. അന്ന് ഉച്ചയോട് കൂടിയിട്ട് വന്നിട്ട് ഒരു രക്ഷാപ്രവർത്തനത്തിന് വന്ന ഒരാളെ അടുത്ത് വന്നിട്ട് ലാത്തി ചാർജ് നടക്കും, 1/2 മണിക്കൂർ കൊണ്ട് വന്ന് പോകണം. എവിടെ എത്തി സിസ്റ്റം? ഇന്ത്യയുടെ സിസ്റ്റം വളരെ മോശമാണ്. സോണിൽ നമ്മൾ സ്വയമേധയാ ഒരു സന്നദ്ധ പ്രവർത്തനം ഇറങ്ങി വന്നാൽ നമ്മൾ ആരും അഭിനന്ദിക്കണമെന്നില്ല, അതല്ല അനുമോദനം തരണമെന്നില്ല, ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ വരുന്നത്. നമ്മളെ കൂടെയുള്ള കൂടപ്പിറപ്പാണ്, ആ അന്യ നാട്ടിൽ കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ മൊബൈൽ റിംഗ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടപ്പോൾ വീട്ടിൽ നിന്ന് ഉറക്കം വരാത്തത് കൊണ്ട് എണീറ്റ് പാഞ്ഞതാ. തീർച്ചയായും അത്തരം രീതിയിലേക്കൊക്കെ നമ്മളൊക്കെ നിങ്ങൾ അഭിനന്ദനം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അഭിനന്ദിക്കേണ്ട ആവശ്യം കേരള സമൂഹത്തിനുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അനീഷ്, ശരിക്കും ഈ മനാഫിന്റെ വണ്ടി അല്ലാതെ എന്തെങ്കിലും അതിന്റെ ഉള്ളിൽ കിടപ്പുണ്ടോ? താങ്കളുടെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല, ഞങ്ങൾക്ക് അവിടെ മുങ്ങിയെടുക്കുമ്പോൾ കിട്ടുന്നതൊക്കെ വേറെ. മനാഫിന്റെ വണ്ടിയുടെ ഒരു മാർക്സ് കിട്ടിയത് ആകെ ജാക്കിയും പിന്നെ ആ ലോറിയിലെ തടി ലോഡ് ചെയ്തപ്പോൾ കെട്ടിയ കുറച്ച് വാങ്ങലാണ് നമുക്ക് കിട്ടിയത്. ബാക്കിയെല്ലാം കിട്ടുന്നതെല്ലാം വേറെ ഏത് ലോറികളുടെ ഫ്രെയിം, പിന്നെ ചെറിയ ചിന്നിച്ചിതറ പീസ്. അപ്പൊ ഒരു ലോറി അല്ല അവിടെ പോയേക്കണെന്ന് അർത്ഥം, 2 ലോറി അല്ല പോയേക്കുന്ന അർത്ഥം. 2 എന്ന് അറിയില്ല, അത് നമുക്ക് എണ്ണാൻ തരില്ല. പക്ഷെ ഒരു ലോറി അല്ല അവിടെ. മനാഫിന്റെ വണ്ടിയുടെ പാർട്സ് മാത്രമല്ല അവിടെ കിട്ടിയത്, മറ്റു പല വണ്ടികളുടെ സംഭവമുണ്ട്. നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ വർക്ക് ചെയ്യുന്നതാണ്, ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു വിഷമമുണ്ടല്ലോ? ശരിക്കും ഉണ്ട്. നമ്മളൊന്നും പ്രതീക്ഷയില്ല, നമുക്ക് അവനെങ്കിലും റിക്കവർ ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളീ പോണേ. മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മളീ പോണത്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ജീവനെ ഉപേക്ഷിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. നമുക്ക് പ്രശ്നമില്ല, പക്ഷെ നമുക്ക് എങ്ങനെയും എന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക്. തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പൊ 5 ദിവസം തന്നു കഴിഞ്ഞാൽ എല്ലാവരോടും യോജിച്ചേക്കുവാണ്. 5 ദിവസം തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അത്തരം രീതിയിലേക്ക് നിങ്ങൾക്ക് 5 ദിവസം തന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ല പ്രതീക്ഷയോടെ കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ അവർ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നാലേ പണിയെടുക്കുള്ളൂ. പക്ഷെ നമുക്ക് ഡ്രഡ്ജർ തന്നെ വേണമെന്നില്ല. ഇത്ര 1 കോടി മുടക്കി ഡ്രഡ്ജർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല.
നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ബാർജും ഒരു ലോങ് ബൂം ഉണ്ടെങ്കിൽ ഈ പരിപാടി സിമ്പിൾ ആയിട്ട് നടക്കും. പക്ഷെ അതിന് പെർമിഷൻ വേണം. പെർമിഷൻ തീർച്ചയായും പെർമിഷൻ ആവശ്യമുള്ള 1 കോടി രൂപയുടെ ആവശ്യമില്ല. ഓക്കെ, ലോറി ഓണർ മനാഫ് പറഞ്ഞു സാമ്പത്തികം എനിക്ക് പ്രശ്നമല്ല, അത് ഞാൻ എന്റെ വീട് വിറ്റാലും എന്ത് ചെയ്യും, ഞാൻ സാമ്പത്തികം കൊണ്ടുവരും. ഇത്തരം ഒരു അവസ്ഥ ശരിക്കും രഞ്ജിത്തിനോട് ശരിക്കും ചോദിച്ചാൽ മനസ്സിലാവും. കുറെ ഒരുപാട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആള് എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു അവസ്ഥ ശരിക്കും ഇന്ത്യയിൽ നാണമല്ലേ, നാണക്കേടല്ലേ എന്നാണ് ചോദിക്കുന്നത്. മനാഫ് ഞാൻ പലപ്പോഴും പറഞ്ഞു ഇനി പൈസ കിട്ടുക, കാരണം അദ്ദേഹം ഒരുപാട് പൈസ മുടക്കിയത്, ഒരുപാട് ഇത്ര ദിവസമായിട്ട് 14-40 ദിവസമായിട്ട് അദ്ദേഹം തുടങ്ങിയ സമയത്ത് മുതൽ ഒരുപാട് പൈസ മുടക്കി നിൽക്കുക. അദ്ദേഹത്തിന്റെ ക്രെയിനും മറ്റുള്ള ഒരുപാട് മിഷനറീസ് ഒക്കെ വിറ്റാണ് ഈ പുള്ളി കണ്ടെത്തുന്നത്. പുള്ളിയുടെ നമുക്കൊരു ചായ വാങ്ങിച്ച് കുടിക്കാൻ പോലും ചോദിക്കാൻ തോന്നുന്നില്ല. കാരണം ഈ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞ അന്നുള്ള വേദന, എന്റെ വീടൊക്കെ അന്വേഷിച്ചു അന്നുള്ള വേദന കൊണ്ട് നിൽക്കുന്നതാണ്. കൂലിപ്പണി എന്ന് പറയാം. കൂലിപ്പണി എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് 50 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്റർ ഇറങ്ങിയാണ് ഞാൻ അന്ന് വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തതിനെ കടമൊക്കെ എടുത്താണ് ഞാൻ. തീർച്ചയായും അത്തരം രീതിയിലേക്കൊക്കെ ഞാൻ പറയാം, എനിക്കൊക്കെ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. കാര്യം ഇത്തരം ലെവലിലേക്ക് നിങ്ങൾക്ക് ഈ ദൗത്യം തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. അതായത് 5 ദിവസം നമുക്ക് തരൂ, ഞങ്ങൾ അർജുനെ വീട്ടിലെത്തിക്കാം, അത്തരം രീതിയിലേക്ക് പറയുന്ന ഒരു രീതിയിലേക്ക് രഞ്ജിത്ത് ഇസ്രയേലും ടീമും റെഡിയാണ് ഇവിടെ. ഇനി വേണ്ടത് നിങ്ങളുടെ സംഘടനയാവട്ടെ മറ്റുള്ള സംഭവങ്ങളാവട്ടെ ഒക്കെ മുന്നോട്ട് വരിക, ഒരു ജീവന് വേണ്ടി, നമ്മളുടെ സഹോദരന് വേണ്ടി, നമ്മളുടെ അർജുന് വേണ്ടി യോജിക്കുക എന്നുള്ളതാണ്. അപ്പോ ഓരോ അപ്ഡേറ്റും പല ആളുകളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് ഇത് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അർജുൻ മിസ്സായി തെരച്ചു നിർത്തി എന്ന് വെച്ച് ഇവിടുത്തെ പ്രവർത്തനം നിൽക്കുന്നില്ല. ഇന്ന് എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടിയായിരുന്നു. അതിന്റെ ഭാഗങ്ങളായിട്ടുള്ള പല അഭിപ്രായങ്ങളും ജനങ്ങളിലേക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.